ഞാനിന്ന് തക്കാളി വിളവെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ നഷ്ടമായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ നടത്തിയ ഫോൺ കേടായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്താൽ എൻ്റെ യൂട്യൂബ് ചാനൽ വീണ്ടും എനിക്ക് നിലനിർത്താം. നിങ്ങളില്ലത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് എൻ്റെ വീഡിയോ നിലനിർത്തില്ലേ? നമുക്കിന്ന് തക്കാളി വിളവെടുത്താലോ? 3 വിളവെടുക്കാനുള്ള തക്കാളി കിട്ടി. ഇതത്ര റെഡായിട്ടില്ല. ഇതാണ് എടുക്കുക. ഇവിടെ ഒന്നുണ്ട്, അത് ഞാൻ പറിക്കുന്നുണ്ട്. ഇതും കിട്ടി. നമുക്ക് 3 തക്കാളി കിട്ടി. ഇവിടെ 3 തക്കാളിയെ കിട്ടിയിട്ടില്ലെങ്കിലും കുറേ തക്കാളി ഉണ്ട്. പക്ഷെ അത് പച്ചയായിട്ട് പറിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞി തക്കാളികൾ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടാ, അത്രയും ചെറുതാണ്. കുറേ ഉണ്ട് തക്കാളി. നമുക്ക് തക്കാളിയുടെ കൂടെ കുറച്ച് പയറുണ്ട്. ആ പയർ കൂടി ഒന്ന് വിളവെടുക്കാം. നമുക്ക് 2 പയർ എല്ലാം പറക്കി. അവിടെ ഉണ്ട് കുറച്ച്. പിടിച്ച് അവിടെ കുറച്ച് പറിക്കാനുണ്ട്. നമുക്ക് പയർ ഇട്ടിട്ടുണ്ട്, കുറച്ചധികം ഉണ്ട്. അവിടെയും കുറച്ച് പറിക്കാനുണ്ട്. അവിടെ വെച്ചോ, താഴെ. ഉറുമ്പുണ്ട്, ഞാൻ പറിച്ചുതരാം. ഉറുമ്പ് പോവാ. കടിക്കുന്നുണ്ടാ? വാ, ഇതിൽ വെച്ചോ. അതാ കടിക്കുന്നു കുറുപ്പല്ലേ. പയറിലേക്ക് ഉറുമ്പ് നമ്മളെ കൈ കടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു മത്തൻ ഇപ്പുണ്ട്. മത്തൻ ചേട്ടൻ പഴുത്തിട്ടില്ല കേട്ടോ. പഴുത്തിട്ടില്ല, വിളങ്ങിട്ടില്ല. കുറച്ച് നേരം കൂടി പറിക്കാനുണ്ട്.
പടവലം വറുക്കതിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഗൈസ്, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇത് കണ്ടോ, നമുക്ക് തക്കാളിയും പയറും കിട്ടിയിട്ടുണ്ട്. 3 തക്കാളിയാണ് ഇപ്പോൾ വിളവെടുക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ പയറ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റാ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ.